ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളാണോ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയേക്കാം, മൂന്നാമതൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അല്ല, ഒരുപക്ഷെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളുടെ കൂടെയുള്ളവർ, രക്ഷിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നി? സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നീറ്റ് എക്സാമിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെ ഭൂരിഭാഗം പേരെയും നേരിൽ കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അതീവ സങ്കടമാണ് എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ തവണ കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക്, അതായത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് പോകുന്ന കുട്ടികൾ പോലും ക്വാളിഫയിങ് മാർക്കും 200-ലധികമൊക്കെ സ്കോർ ചെയ്തപ്പം എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇങ്ങനെ കിട്ടി, അപ്പം നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഭൂരിഭാഗം കുട്ടികളും ഇപ്പോൾ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് എഴുതിയൊരു കുട്ടികളെ നേരിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെയുള്ള ഭൂരിഭാഗം പേരും ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുമായി കണക്ട് ചെയ്ത് ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആയിട്ട് തന്നെയാണ് കുട്ടികൾ പഠിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു ലാസ്റ്റ് 1 ഇയർ 2 ഇയർ അല്ലെങ്കിൽ 3 ഇയേഴ്സ് ആ കുട്ടികളിട്ട ഒരു എഫേർട്ട്, അത് ഒരു 3 മണിക്കൂറിനുള്ളിൽ മെഷർ ചെയ്യുമ്പം ആ കുട്ടികൾ അനുഭവിച്ച സമ്മർദ്ദം, ലാസ്റ്റിലോട്ട് ടെൻഷനായിട്ട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസും വായിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ടഫ്നെസ് ആവാം. പക്ഷേ ഏതൊരു എക്സാം വയ്ക്കുമ്പോഴും നമുക്കൊരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു മിനിമം എവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു 10%, 20%, അങ്ങനെ ഒരു 25% ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ആവറേജ് ക്വസ്റ്റ്യൻ, ആൻഡ് ദെൻ നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു എങ്ങനെ എവിടെ പിടിക്കണം, ബയോളജി പിടിക്കണോ, അത് ബയോളജി ക്വസ്റ്റ്യൻ വായിക്കാൻ നിന്നാൽ പിന്നെ കുട്ടികളുടെ ലെവൽ വിട്ടു. ഫിസിക്സിലേക്ക് പോയാൽ പിന്നെ മിക്ക കുട്ടികൾക്കും തലവേദനയും, അത് ചില കുട്ടികൾ പോലും ഷിവറിങ്ങും ഒക്കെ വന്നു. അത് എങ്ങനെ ഇത് ഒരുപക്ഷെ നേരിട്ട് അനുഭവിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം മനസ്സിലാവും. 2 വർഷമൊക്കെ ഇങ്ങനെ പല കുട്ടികളും പറയുന്നത് കേട്ടു, 2 വർഷമൊക്കെ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഞാൻ പഠിച്ചതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് അതിൽ നിന്ന് വന്നില്ല, കിട്ടിയില്ല. ഞാൻ വീട്ടിലിരുന്നിട്ട് ജസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കോച്ചിങ് സെൻറ്ററും അതിൻ്റെ ഏതാവട്ടെ, കേരളത്തിൽ ഒരുപാട് സെൻറ്ററുകളുണ്ട്, അവരൊക്കെ കേരളത്തിന് വെളിയിലാവട്ടെ, അവരൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട, കട്ട് ഓഫ് മാർക്ക് താഴും, നിങ്ങൾക്ക് കിട്ടും, മാത്രമല്ല ഇനിയും നോക്കാം, ഇനി ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോച്ചിങ് സെൻറ്ററിൽ അവരൊക്കെ തൊട്ടടുത്ത് തുടങ്ങും, അടുത്ത കൊല്ലത്തെ രജിസ്ട്രേഷൻ തുടങ്ങും, ഇങ്ങനെ പഠിച്ചു തുടങ്ങും, നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊക്കെ. അതായത് അവർക്കൊക്കെ അവരുടെ പ്രൊഫഷൻ, അവരുടെ വരുമാനം, അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള മോട്ടീവ് ഉണ്ടായേക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട എന്നൊക്കെ 2 വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ടെൻഷൻ്റെ കൊടുമുടിയിലുള്ള കുട്ടികൾക്ക് അത് ഇത്തിരി ഒരു ആശ്വാസം ആയേക്കാം. പക്ഷേ റിയാലിറ്റി എന്ന് വെച്ചാൽ കട്ട് ഓഫ് താഴുമൊക്കെ ചെയ്യുമെങ്കിലും ഒരു ഹൈ സ്കോറിൽ, അതായത് എപ്പോഴും ഇപ്പോൾ മോഡൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് ഏത് സെൻറ്ററിൽ നിന്നാണെങ്കിലും 600+ വാങ്ങിയ കുട്ടികൾ ഒരു 500+ എത്തിയിട്ട് ഒരു പക്ഷേ കിട്ടിയേക്കാം. പക്ഷേ ഈ 400 ആ ലെവലിൽ അല്ലെങ്കിൽ എനിക്ക് മാക്സിമം എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു ആവറേജ് ഉണ്ടായിരുന്നു, ആ ആവറേജിന് ഒരു പടി മുന്നോട്ട് കയറാൻ പറ്റിയില്ല. അവർ താഴെ പടുകുഴിയിലേക്കാണ് വീണുപോയത്. അവരെ എന്ത് വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കും, എങ്ങനെയാണ്? പക്ഷേ ഇനി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല, റിയാലിറ്റി കഴിഞ്ഞു. നമ്മൾ ഇനി വരാനുള്ള എക്സാംസൊക്കെ എഴുതുക, ദെൻ നമുക്ക് വരുമ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ കൊടുത്തു നോക്കുക. പിന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങളുടെ നന്നായി സ്കോർ ചെയ്തവരാണ്, നിങ്ങൾക്ക് മെറിറ്റിൽ കിട്ടുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗവൺമെൻറ്റിൽ തന്നെ നിങ്ങൾ പോകുക. അല്ല, ഓരോ വർഷവും കുറച്ച് പൈസയൊക്കെ കൊടുക്കാം, കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു MBBSന് മിനിമം ഒരു 10 lakhs ആവും ഫീസും മറ്റ് മിനിമം ചിലവൊക്കെ വരുമ്പോൾ. കൊടുക്കാൻ പറ്റുമെങ്കിൽ സെൽഫ് ഫിനാൻസിങ് നിങ്ങൾ ചേരുക. അല്ല, അതിനപ്പുറം മാനേജ്മെൻറ്റ് ഒരു NRI സീറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇരട്ടിയാവും, 10 lakhsൻ്റെ ഇരട്ടിയാവും. അതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അത് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ നിലവിൽ വെള്ള സ്കോർ വെച്ചിട്ട് അതിന് ചേരുക. കാരണം ഈ MBBS പഠിച്ചിട്ട് വേസ്റ്റാണെന്നോ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരുന്നൊന്നും ആരും കരുതണ്ട. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ചിലപ്പോൾ വരുമാനം കുറച്ച് കുറവായിരിക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും പറയുന്നവർ പറയട്ടെ, ഇത് എപ്പോഴും എന്നും വാല്യൂ ഉള്ള, സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായി ലിങ്ക് ചെയ്തിട്ടോ ഒക്കെ എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സ് തന്നെയാണ്. ഒരിക്കലും വാല്യൂ കുറയാത്ത കോഴ്സാണ്, അതിൽ സംശയിക്കൊന്നും വേണ്ട. MBBS മാത്രമല്ല, നഴ്സിംഗ് ആവട്ടെ, മറ്റേത് റിലേറ്റഡ് കോഴ്സസും ആവട്ടെ, നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ശ്രമിക്കുക. ടെൻഷൻ ആവരുത് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ പോകാതെ വിധം ഈ ടെൻഷൻ നിന്നൊക്കെ ഒരു കരുത്താർജിച്ച് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ നമ്മൾ വിവേകപൂർവ്വം ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ പരമാവധി നിങ്ങളുടെ എഫേർട്ട് ഇടുക, എന്നിട്ട് കിട്ടുന്ന കോഴ്സിന് നിങ്ങൾ പോകുക. അല്ല, ഇനിയും ഞാൻ ശ്രമിച്ചാൽ എനിക്ക് കിട്ടുന്ന അത്രയും കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം.
പക്ഷേ രണ്ടാമത് മൂന്നാമത് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നല്ല മെൻ്റൽ സ്ട്രെയിനുള്ള കാര്യമാണ്, നല്ല ടെൻഷനുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സൊന്നും വലിയ ഇഷ്യൂവേ അല്ല അവിടെ. ഏറ്റവും അതായത് റിപ്പീറ്റൊക്കെ പോകുമ്പോൾ പൈസയൊന്നും വലിയ ചിലവാകുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് നമ്മളിടുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്ട്, സ്ട്രെയിൻ. അതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികളെ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ് ആ രീതിയിൽ നിങ്ങൾ വിവേകപൂർവ്വം ചിന്തിച്ച് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടട്ടെ, ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നന്നായി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. വിവേകപൂർവ്വമുള്ള തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ. മനസ്സിന് ധൈര്യം ഉണ്ടാവട്ടെ. ടെൻഷൻ അടിക്കുന്ന മനസ്സ് ഇത്രയും പെട്ടെന്ന് കാമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളിന്മേൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടാവട്ടെ, കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. ഇതൊക്കെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത്തരത്തിൽ ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെയൊരു എൻട്രൻസ് കുട്ടികൾ ഫേസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. സാധാരണ JEE ആണ് വലിയ അങ്ങേറ്റവും ടോപ്പിൽ എന്നാണ് പറയുന്നത്. എനിക്ക് ഇത് അതിനെയൊക്കെ വെട്ടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന്. എനിവേ, എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഫ്യൂച്ചർ, നല്ലൊരു കോഴ്സ് ഈ വർഷം കിട്ടട്ടെ. അത് MBBS തത്തുല്യ കോഴ്സോ എന്തോ ആവട്ടെ. അല്ല, നിങ്ങൾക്കൊരു നല്ലൊരു ഡിസിഷൻ എടുത്ത് വേറെ മേഖലയിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ അത്. എന്തായാലും എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം നല്ലതിനാണ്. ഇതും നല്ലൊരു അനുഭവമാണ്. ചരിത്രത്തിൽ എഴുതി വെച്ചൊരു നീറ്റ് എക്സാമാണിത്, അതിലൊരു സംശയവുമില്ല. ഇന്നലെ എക്സാം അറ്റൻഡ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അറ്റൻഡ് ചെയ്തവരുടെ ആരെങ്കിലും അടുത്തവരാണ്, അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ട്രെസ് അറിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇത്തിരി ആശ്വാസം നൽകും. അത് വായിക്കുന്നവർക്ക് സമാന മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അതും ആശ്വാസകരമായിരിക്കും. പക്ഷേ നമുക്ക് വിധിച്ചത് വരുമെന്ന് കരുതാം. വർക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും ആയിട്ട് നമുക്കതിൻ്റെ ഫലം കിട്ടും. നീറ്റ് എക്സാം ഈസി അല്ല എങ്കിലും തൊട്ടടുത്ത് വരുന്ന ഒരുപക്ഷെ CUET അതുപോലുള്ള മറ്റ് എക്സാംസൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഇട്ട എഫേർട്ട് എന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും രൂപത്തിലും തിരിച്ചു കിട്ടും. ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല എന്ന് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം. നല്ലത് വരട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.